സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായിൽ സ്നേഹവന്ദനം. ജജലോകസ് 316 51 എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 കൊരിന്ത്യർ 10 അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. 50 എപ്പിസോഡുകൾ പിന്നിടുവാൻ കർത്താവ് നൽകിയ ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിരന്തരമായ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. രണ്ട് കൊറിന്തോസ് 10 ഒരു ആമുഖം. ഈ അധ്യായത്തിൽ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്ന ആത്മീയ പോരാട്ടങ്ങളെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. ഭൗമിക പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിൽ ദൈവിക സത്യത്തിൻ്റെ ശ്രേഷ്ഠത ഊന്നി പറയുന്നു. മാനുഷിക രീതികളെ ആശ്രയിക്കുന്നതിന് പകരം ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം കൊറിന്തോസുകാരെ പ്രേരിപ്പിക്കുന്നു. സഭയെ കെട്ടിപ്പടുക്കുന്നതിന് വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന ദൈവിക അധികാരത്തെ ഉയർത്തിക്കാട്ടുന്നു. തൻ്റെ സ്ഥിരതയുള്ള നിർമ്മലതയെക്കുറിച്ച് അവർക്ക് ഉറപ്പ് നൽകുകയും അനുസരണത്തിൻ്റെയും താഴ്മയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ ശക്തീകരണ ശക്തിയുടെയും ക്രിസ്തുവിൽ കാണപ്പെടുന്ന സ്ഥായിയായ മൂല്യങ്ങളുടെയും തെളിവാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 30 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പൗലോസിൻ്റെ ന്യായവാദം എന്ന ശീർഷകം കാണുന്ന അധ്യായം ഏത്? പൗലോസിൻ്റെ ന്യായവാദം എന്ന ശീർഷകം കാണുന്ന അധ്യായം ഏത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം 2 കൊരിന്തോസ് 10. 2 കൊരിന്തോസ് 10 ഈ ശീർഷകം കാണുന്നത്. രണ്ടാമത്തെ ചോദ്യം, തന്നെ കൊറിന്തോസുകാർ എങ്ങനെ കരുതുന്നു എന്നാണ് പൗലോസ് ലീഹ 2 കൊരിന്തോസ് 10:1 പറയുന്നത്. തന്നെ കൊറിന്തോസുകാർ എങ്ങനെ കരുതുന്നു എന്നാണ് പൗലോസ് ലീഹ 2 കൊരിന്തോസ് 10:1 പറയുന്നത്. ഉത്തരം, അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന്. മൂന്നാമത്തെ ചോദ്യം, എന്തിൻ്റെ പേരിലാണ് പൗലോസ് ലീഹ കൊറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? 2 കൊരിന്തോസ് 10:1. എന്തിൻ്റെ പേരിലാണ് പൗലോസ് ലീഹ കൊറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? 2 കൊരിന്തോസ് 10:1 അനുസരിച്ചാണ് നമ്മൾ അത് പറയേണ്ടത്. ഉത്തരം, ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. അടുത്ത ചോദ്യം 4, അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. 2 കൊരിന്തോസ് 10:2. ആരെ നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഉത്തരം, പൗലോസ് ലീഹായെയും കൂട്ടരെയും ജഡികന്മാരെ കരുതുന്ന ചിലരെ. അഞ്ചാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഡാഷ് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. 2 കൊരിന്തോസ് 10:2. അതിൻ്റെ ഉത്തരം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം, ധൈര്യം. അടുത്ത ചോദ്യം, അധ്യായം വാക്യം സൂചിപ്പിക്കുക. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. അധ്യായവും വാക്യവും സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം, 2 കൊരിന്തോസ് 10:3. 2 കൊരിന്തോസ് 10:3 ഇതിൻ്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം, തങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പൗലോസ് ലീഹ 2 കൊരിന്തോസ് 10:4 പറയുന്നത്. തങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പൗലോസ് ലീഹ 2 കൊരിന്തോസ് 10:4 പറയുന്നത്. അതിൻ്റെ ഉത്തരം, ജഡികമല്ല എന്നാണ് ഇതിൻ്റെ പൗലോസ് ലീഹ പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ എന്ത് ശക്തങ്ങളാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ എന്ത് ശക്തങ്ങളാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. ഉത്തരം, തങ്ങളുടെ സമരായുധങ്ങൾ. 2 കൊരിന്തോസ് 10:4 അങ്ങനെ പറയുന്നു, സമരായുധങ്ങളാണ്. ഒമ്പതാമത്തെ ചോദ്യം, എങ്ങനെയുള്ള വാദമുഖങ്ങളെ തങ്ങൾ തകർക്കുന്നു എന്നാണ് പൗലോസ് ലീഹ 2 കൊരിന്തോസ് 10:5 പറയുന്നത്. എങ്ങനെയുള്ള വാദമുഖങ്ങളെ തങ്ങൾ തകർക്കുന്നു എന്നാണ് പൗലോസ് ലീഹ 2 കൊരിന്തോസ് 10:5 പറയുന്നത്. അതിൻ്റെ ഉത്തരം, ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെ. 10ാമത്തെ ചോദ്യം, 2 കൊരിന്തോസ് 10:5 തങ്ങൾ തകർക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും എങ്ങനെയാണ് പൗലോസ് ലീഹ വിശേഷിപ്പിക്കുന്നത്? തങ്ങൾ തകർക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും. ഉത്തരം ഔദത്യപൂർണമായ
അടുത്ത ചോദ്യം 11. തങ്ങൾ എന്തിന് സന്നദ്ധരായിരിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:6 പറയുന്നത്? തങ്ങൾ എന്തിന് സന്നദ്ധരായിരിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:6 പറയുന്നത്? അതിൻ്റെ ഉത്തരം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 12ാമത്തെ ചോദ്യം 2 കൊരിന്തോസ് 10 ക്രിസ്തുവിനുള്ളവൻ, ക്രിസ്തുവിനുള്ളവർ എന്നീ പദപ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യമേത്? ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിനുള്ളവൻ എന്നീ പദപ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യമേത് 2 കൊരിന്തോസ് 10? അതിൻ്റെ ഉത്തരം 2 കൊരിന്തോസ് 10:7 ഇങ്ങനെ കാണുന്നത്. 10:7. അടുത്ത ചോദ്യം 13. എന്തിനെപ്പറ്റി താൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ തനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:8 പറയുന്നത്? എന്തിനെപ്പറ്റി താൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ തനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:8 പറയുന്നത്? ഉത്തരം തങ്ങളുടെ അധികാരത്തെപ്പറ്റി കുറച്ചധികം പ്രശംസിച്ചാലും എന്നാണ് പറയുന്നത്. 14. കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നാണ് 2 കൊരിന്തോസ് 10:8 പൗലോസ്ലീഹ പറയുന്നത്? കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? 2 കൊരിന്തോസ് 10:8 അനുസരിച്ച്. ഉത്തരം കൊരിന്തോസുകാരെ പടുത്തുയർത്താനാണ്. അടുത്ത ചോദ്യം 15. കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനല്ലെന്നാണ് 2 കൊരിന്തോസ് 10:8 പൗലോസ്ലീഹ പറയുന്നത്? എന്തിനല്ലെന്നാണ് അധികാരം നൽകിയിരിക്കുന്നത്? എന്തിനല്ലെന്നാണ് 2 കൊരിന്തോസ് 10:8 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കൊരിന്തോസുകാരെ നശിപ്പിക്കാനല്ല എന്നാണ്. കൊരിന്തോസുകാരെ നശിപ്പിക്കാൻ. അടുത്ത ചോദ്യം 16. പൂരിപ്പിക്കുക. ഡാഷിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. 2 കൊരിന്തോസ് 10:9. ഡാഷിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. അതിൻ്റെ ഉത്തരം ലേഖനത്തിലൂടെ. 17ാമത്തെ ചോദ്യം. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെ ചിലർ വിലയിരുത്തുന്നത് എങ്ങനെയെന്നാണ് 2 കൊരിന്തോസ് 10:10 പറയുന്നത്? പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെ ചിലർ വിലയിരുത്തുന്നത് എങ്ങനെയെന്നാണ് 2 കൊരിന്തോസ് 10:10 പറയുന്നത്? അതിൻ്റെ ഉത്തരം ഈടുറ്റതും ശക്തവുമെന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത്. 18. പൂരിപ്പിക്കുക. എന്തെന്നാൽ ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവൻ്റെ ഡാഷ് അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. 2 കൊരിന്തോസ് 10:10. എന്താണ് അശക്തം? ഉത്തരം ശാരീരിക സാന്നിധ്യം അശക്തമാണെന്നാണ് പറയുന്നത്. 19. അടുത്തായിരിക്കുമ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തുതന്നെയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 10:11 പറയുന്നത് അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നത്? അടുത്തായിരിക്കുമ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തു തന്നെയാണെന്നാണ്. ഉത്തരം അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 20ാമത്തെ ചോദ്യം. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. 2 കൊരിന്തോസ് 10:12. ആരാണ് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ? അതാണ് 20ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരാണ് ഈ വിഭാഗത്തിൽ പെടുന്നതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 21. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും എന്ന് 2 കൊരിന്തോസ് 10:13 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കുമെന്ന് 2 കൊരിന്തോസ് 10:13 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ആത്മപ്രശംസയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. 22. ക്രിസ്തുവിൻ്റെ എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് സ്ലീഹ 2 കൊരിന്തോസ് 10:14 പറയുന്നത്. ക്രിസ്തുവിൻ്റെ എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് സ്ലീഹ 2 കൊരിന്തോസ് 10:14 പറയുന്നത്. സുവിശേഷവുമായി. അടുത്ത ചോദ്യം 23. നിങ്ങളുടെ ഡാഷ് വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. 2 കൊരിന്തോസ് 10:15. എന്ത് വർദ്ധിക്കുന്നതനുസരിച്ച്? നിങ്ങളുടെ ഡാഷ് വർദ്ധിക്കുന്നതനുസരിച്ച്. ഉത്തരം വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്. 24ാമത്തെ ചോദ്യം. അപ്പോൾ അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അധ്യായവും വാക്യവും ഏത്? അധ്യായവും വാക്യവും ഇവിടെ പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 കൊരിന്തോസ് 10:16 അതിൻ്റെ ഉത്തരം. 2 കൊരിന്തോസ് 10:16. 25ാമത്തെ ചോദ്യം. 2 കൊരിന്തോസ് 10:17 ഉദ്ധരിക്കുക.
അതൊരു ചെറിയ വാക്യമാണ്. 2 കൊരിന്തോസ് 10:17 ഉദ്ധരിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്തോസ് 10:17. അതിൻ്റെ ഉത്തരം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 26ാമത്തെ ചോദ്യം 2 കൊരിന്തോസ് 10:18 അനുസരിച്ച് ആരാണ് സ്വീകാര്യൻ? 2 കൊരിന്തോസ് 10:18 അനുസരിച്ച് അതിൻ്റെ ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. 27ാമത്തെ ചോദ്യം 2 കൊരിന്തോസ് 10 കാണാത്ത വാക്കും വിപരീത പദവും ഏത്? വിനീതനും തൻ്റെടിയും, അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും, ബുദ്ധിമാനും വിഡ്ഢിയും, അകലെയായിരിക്കുമ്പോൾ അടുത്തായിരിക്കുമ്പോൾ. ഇതിലേതാണ് ഈ 2 കൊരിന്തോസ് 10 കാണാത്ത വാക്കും വിപരീത പദവും? ഉത്തരം ബുദ്ധിമാനും വിഡ്ഢിയും. ഇത് നമ്മൾ കാണുന്നില്ല. ബുദ്ധിമാനും വിഡ്ഢിയും. 28 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 2 കൊരിന്തോസ് 10:17. ഇതിന് സമാനമായ പഴയ നിയമ ഭാഗം ഏത്? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഇതിന് സമാനമായ പഴയ നിയമ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ജെറമ്യായ 9:24. ജെറമ്യായ 9:24 ഇത് നമ്മൾ കാണുന്നത്. 29ാമത്തെ ചോദ്യം 2 കൊരിന്തോസ് 10 ഏതൊക്കെ 2 വാക്യങ്ങളാണ് പൗലോസ്ലീഹായെക്കുറിച്ചുള്ള വിമർശനത്തിൻ്റെ സമാന വിഷയങ്ങൾ പങ്കിടുന്നത്? 2 കൊരിന്തോസ് 10 ഏതൊക്കെ 2 വാക്യങ്ങളാണ് പൗലോസ്ലീഹായെക്കുറിച്ചുള്ള വിമർശനത്തിൻ്റെ സമാന വിഷയങ്ങൾ പങ്കിടുന്നത്? ഉത്തരം 1, 10 വാക്യങ്ങൾ. 1-ാം വാക്യവും 10-ാം വാക്യവുമാണ് ഇങ്ങനെ ക്രിറ്റിസിസം അല്ലെങ്കിൽ നമ്മൾ അവിടെ പൗലോസ്ലീഹയെ വിമർശിക്കുന്നത്. 2 കൊരിന്തോസ് 10 എത്ര വാക്യങ്ങളുണ്ട്? ഇതാണ് 30ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. 2 കൊരിന്തോസ് 10 എത്ര വാക്യങ്ങളുണ്ട്? 1.5 ഡസൻ വാക്യങ്ങളേ ഉള്ളൂ. 18 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. 18 വാക്യങ്ങളാണുള്ളത് ഈ 10-ാം അധ്യായത്തിൽ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. 2 കൊരിന്തോസ് 10:17-18. 2 കൊരിന്തോസ് 10 ഒരു ഉൾക്കാഴ്ച. ഈ അധ്യായത്തിൽ ഇന്നത്തെ വിശ്വാസികളിൽ ആഴത്തിൽ പ്രതിധ്വനിക്കേണ്ട ഗഹനമായ സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പ്രകാശിപ്പിക്കുന്നു. വിശ്വാസത്തെ നമ്മുടെ ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിനയത്തിലൂടെ ശക്തിയെ പുനർനിർവചിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. ആധികാരികമായ ആത്മീയ അധികാരത്തിൻ്റെ പ്രാധാന്യത്തെ ഇത് അടിവരയിടുന്നു. ഈ ഉൾക്കാഴ്ചകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ വിനയത്താൽ ഉറപ്പിക്കപ്പെട്ടതും വിശ്വാസത്താൽ ശക്തീകരിക്കപ്പെട്ടതുമായ ഒരു ആത്മീയതയിലേക്കുള്ള തുറവി നമുക്ക് ലഭിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോഗോസ് ക്വിസിനായി 2 കൊരിന്തോസ് 10 പഠിക്കുമ്പോൾ അതിൻ്റെ തീമുകളും വിശദാംശങ്ങളും മനസ്സിലാക്കാൻ അധ്യായം 1-ലധികം തവണ നന്നായി വായിച്ചുകൊണ്ട് ആരംഭിക്കുക. ടിപ്സായിട്ട് പറയുമ്പോൾ അടുത്തതായി അധ്യായം ഭാഗങ്ങളെ വിഭജിച്ച് ഓരോന്നും സംഗ്രഹിക്കുക. പൗലോസിൻ്റെ ന്യായവാദം, ആത്മീയ യുദ്ധം, അധികാരം, പ്രശംസയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ തുടങ്ങിയ പ്രധാന പോയിന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൂടാതെ ജെറമ്യായുടെ പുസ്തകത്തിലെ ക്രോസ് റെഫറൻസ് ഓർത്തിരിക്കുക. May God bless you all. Thanks for watching. We are glad you joined us. Read chapter 11 for the next episode. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുമല്ലോ. ഇങ്ങനെയാണ് നമുക്ക് ഈ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഗുഡ് ബൈ ഫ്രം ജോസഫ് ഫോർ JJ Logos 316.